ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇനി വലിയൊരു യുദ്ധം വരാൻ പോകുന്നത് ഈ ആൾക്കാരൊക്കെ പറയുന്ന പോലെ തേർഡ് വേൾഡ് വാർ, ഇനി ആരൊക്കെ തമ്മിലായിരിക്കും എന്നൊക്കെ ഉള്ള സംസാരം വരുമ്പോൾ അത് ഈ തായ്വാന് വേണ്ടിയിട്ടായിരിക്കും. ഈ ചിപ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലോ തായ്വാന്, അതിനു വേണ്ടി ചൈനയും അമേരിക്കയും തമ്മിൽ ഇനി ആ ഒരു സ്ഥലത്തിന് വേണ്ടി അടിയാവും, അതിനുശേഷം ഇനി വലിയൊരു യുദ്ധം വരും എന്നൊക്കെയാണ് ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരു പ്രത്യേക ഒരു എസ്കലേഷൻസ് നടക്കുന്നുണ്ട് നമ്മുടെ സൗത്ത് അമേരിക്കൻ നോർത്ത് അമേരിക്കൻ തമ്മിൽ. അതൊക്കെ കാണുമ്പോൾ വെനിസ്വേലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വെനിസ്വേല ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ഇനി വലിയൊരു യുദ്ധം ഉണ്ടാവാൻ പോകുന്നത് എന്ന് തോന്നുന്നുണ്ട്. ട്രംപിൻ്റെ പടയൊരുക്കമാണ് അങ്ങോട്ട് അമേരിക്കയിൽ മിലിറ്ററിക്കാരടുത്തൊക്കെ റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ന്യൂക്ലിയർ സബ്മറൈനെ വിട്ടിട്ടുണ്ട് കരീബിയനിലേക്ക്. അതേപോലെ കരീബിയൻ്റെ ആ ഒരു വഴിയിൽ മുഴുവൻ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ കൊണ്ട് നിരത്തി നിർത്തിയിട്ടുണ്ട്. അതേപോലെ വെനിസ്വേലൻ്റെ പ്രസിഡന്റ് നിക്കോളാസ് മെഡൂറോവും ആള് മോശക്കാരനൊന്നുമല്ല, കുറേ പട്ടാളക്കാരനെ ഇറക്കി വിട്ട് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റഷ്യൻ്റെ അടുത്തും ചൈനൻ്റെ അടുത്തും ഇറാൻ്റെ അടുത്തും സഹായം ചോദിച്ചിട്ടുണ്ട്. ഡ്രോണുകളായിട്ടും മിസൈലുകളായിട്ടും തോക്കുകളായിട്ടും വേണ്ടി വന്ന ആർമി ഇറക്കാനുള്ള അങ്ങനത്തെ പ്ലാനുകളാണ് അവിടെ വെനിസ്വേലയിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് കാരണം? എന്തിനാണ് ഇപ്പോൾ അമേരിക്ക വെനിസ്വേലയുടെ നെഞ്ചത്തോട്ട് കയറുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ പണ്ടേ അടിയാണ്, കുറേ സാങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ ഓൺ ഡ്രഗ്സ്, അതാണ് പറയുന്നത്. കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കുറേ വീഡിയോസ് ട്രംപിൻ്റെ കൂടെ ഉള്ളവരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബോട്ട് ഇങ്ങനെ പോവും, ആ ബോട്ടിനെ ഒരു ബോംബ് ചെയ്ത് അങ്ങോട്ട് പൊട്ടി തവിട് പൊടിയാക്കും. എന്നിട്ട് പറയും ഈ ബോട്ടിൽ ഡ്രഗ്സ് ആണ്, ഇതിൽ കുറേ തീവ്രവാദികൾ ഡ്രഗ്സ് അമേരിക്കയിലേക്ക് കടത്തുകയാണെന്ന്. പക്ഷെ ഇതുവരെ ഒരു തെളിവോ ഇതൊക്കെ തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ ഇതിൽ ഡ്രഗ്സ് ഉണ്ട് എന്നോ ഈ ബോട്ടിൽ ഡ്രഗ്സ് ആണോ അത് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണോ എന്ന് കൂടെ ആർക്കും അറിയില്ല. ഇവർ പോസ്റ്റ് ചെയ്ത ആ ഒരു ഇൻഫ്രാറെഡ് വീഡിയോ ഉണ്ടല്ലോ, അത് മാത്രമുണ്ട്. ഇവിടെ വേറൊരു സത്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 റൂട്ട് ഉണ്ട്. ഈ ഡ്രഗ്സ് മെയിനായിട്ട് സൗത്ത് നിന്ന് നോർത്തേക്ക് പോകുന്ന ആ 3 റൂട്ട് ഉണ്ട്. അതിൽ ഈ കരീബൻ റൂട്ടാണ് ഈ വെനിസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നത്. അത് വെറും 7% ഉള്ളൂ. ബാക്കി 74% പോകുന്നത് കൊളംബിയ വഴി പെസഫിക് റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. അതിൻ്റെ ഡാറ്റ മുഴുവൻ അവർ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്, അമേരിക്കക്കാർ തന്നെ. അപ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഈ വെനിസ്വേല മാത്രം ഇപ്പോൾ ടാർഗറ്റ് ചെയ്യണമെന്ന് നോക്കുമ്പോഴാണ് ഒന്ന് അടിച്ചു നോക്കുക. Who has world's largest oil reserve in the whole world എന്ന് അടിച്ചു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സൗദിയോ ദുബായോ എന്നതാണെന്ന്. അല്ല, അത് വെനിസ്വേലയാണ്. 300 ബില്യൺ ബാരൽസ് അവരുടെ കയ്യിൽ റിസർവ് ഇപ്പം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതേപോലെ വേറെ വാർത്ത വരുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ CIA കോവർട്ട് ഓപ്പറേഷന് അപ്രൂവൽ നൽകി. ഒരു റെജീം ചേഞ്ച് പെട്ടെന്ന് വെനിസ്വേലയിൽ കൊണ്ടുവരണം, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് CIA പറഞ്ഞു വിട്ടു എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. 50 മില്യൺ ബൗണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡൂറോനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ $50 മില്യൺ കിട്ടും.